പൾസർ സുനിക്ക് 20 വർഷം തടവ്. മിഥുൻ പറയൂ. ഇപ്പോൾ വന്നിരിക്കുന്ന 20 വർഷം തടവ് 20 വർഷം തടവ് എന്നുള്ള പൾസർ സുനിക്ക് 20 വർഷം തടവ് എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ ഇതിൻ്റെ കൂടുതൽ ഈ ശിക്ഷയോടൊപ്പം തന്നെ മറ്റ് ചില കോഴ്സുകൾ കൂടി ഉണ്ടാകും. അതും കൂടി ഇപ്പോൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിധി പ്രസ്താവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിൻ്റെ സെൻസേഷണൽ സ്വഭാവം മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിട്ടുള്ള സെൻസേഷണൽ വിഭാഗം ബാധിച്ചിട്ടില്ല. 20 വർഷം തടവ് എന്നുള്ളത് പൾസർ സുനിക്ക് വിധിച്ചിരിക്കുന്നു. 15,000 രൂപ പിഴയും പൾസർ സുനിക്ക് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 വർഷം തടവ് അനുഭവിക്കണം. ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 5 വർഷത്തോളം ഇവർ ജയിലിൽ കഴിയുകയാണ് ഉണ്ടായിരുന്ന. ആ ജയിലിൽ കഴിഞ്ഞ കാലാവധി ഇതിൻ്റെ ഭാഗമാകുമോ? ഈ 20 വർഷത്തിൽ നിന്ന് കുറയ്ക്കുമോ, അതോ ഇനിയും 20 വർഷം തടവിൽ കഴിയേണ്ടി വരുമോ എന്നുള്ള കാര്യമടക്കം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ അവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, ഇതാ മറ്റ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ്. അതായത് എല്ലാ പ്രതികൾക്കും ഒരേ തടവ് ശിക്ഷ. എല്ലാ പ്രതികൾക്കും ഒരേ തടവ് തന്നെയാണ്, 20 വർഷം എന്നുള്ള തടവ് തന്നെയാണ്. അതായത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പൾസർ സുനിക്ക് തുല്യമായ കുറ്റകൃത്യം തന്നെയാണ് ബാക്കി പ്രതികളും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. പ്രതികളുടെ കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരുത്തിയിട്ടില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം തടവ് എന്നുള്ള കോടതി വിധി എങ്ങനെ കാണാം മിഥുൻ? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ പോകുന്നത് ഏത് വാദമാണ് എന്നുള്ളത്. കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയിരിക്കുന്നു. ബലാത്സംഗം നേരിട്ട് നടത്തിയ പൾസർ സുനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി, അതായത് ഇതിന് കൂട്ടുനിന്ന എല്ലാവർക്കും ഒരേ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും ഇപ്പോൾ ഇതാ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 വർഷം തടവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ ഗൂഢാലോചന അടക്കം ആണ് 20 വർഷം. ഗൂഢാലോചനയ്ക്കടക്കം, അതായത് നമുക്കിപ്പോൾ കോടതിക്ക് നിന്ന് കാണാം അവർക്ക് പ്രതികൾക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇത് വിധി പ്രസ്താവം പൂർത്തിയാക്കി പ്രതികളെ പുറത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങൾക്കും കൂടിയാണ് ഗൂഢാലോചനയ്ക്കടക്കമാണ് 20 വർഷം തടവ് എന്നുള്ളത്. അതായത് ഗൂഢാലോചനയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും മറ്റുള്ള കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേകം ശിക്ഷാവിധിയിലേക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രത്യേകം ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. 5 ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിധിയുടെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വലിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരത്തിൽ കോടതി ഉത്തരവിലേക്ക് നീങ്ങുന്നു. സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ ചോദ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ, പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രതികൾക്കും ഒരേപോലെ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പറയാൻ കഴിയും. അതെ മിഥുൻ, എന്തായാലും 1-ാം പ്രതി പൾസർ സുനിയിൽ തുടങ്ങി 6 പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 20 വർഷം കഠിന തടവ് തന്നെയാണ്. ഗൂഢാലോചനയ്ക്കടക്കമാണ് 20 വർഷം തടവ്. അതോടൊപ്പം മിഥുൻ, ഇത് തരം തിരിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? കാരണം വിചാരണ വേളയിൽ ഇവർ ജയിലിലായിരുന്നു. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണോ? അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എപ്പോൾ കടക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അത് വരുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പുറത്തു വരുന്ന വിശദാംശങ്ങൾ അനുസരിച്ചായിരിക്കും. 5.5 കൊല്ലത്തോളം താൻ ജയിലിൽ മാർട്ടിൻ ആന്റണി കോടതിക്കകത്ത് കരഞ്ഞു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 5.5 കൊല്ലം ഇവർ ജയിലിലായിരുന്നു, വിചാരണ കാലയളവിൽ ജയിലിലായിരുന്നു. എങ്കിൽ ഈ വിധി വർഷം ഒരു 15 വർഷം കൂടി ഇവർ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയോ എന്നടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ലഭ്യമാണെങ്കിൽ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അത് കോടതിക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ വിവരങ്ങൾ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും, പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ്, ഈ 6 പേർക്കും ഒരേ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 20 വർഷം തടവ് വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ
രൂപ പിഴ ഇവർക്ക് ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5 ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം തടവ്, 50,000 രൂപ പിഴ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ കോടതിക്കകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.